ഹലോ. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. ഞാനൊരു സ്റ്റഡി വ്ളോഗൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഒരു കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സാധാരണ ഒരു ദിവസമാണെങ്കിൽ ഞാൻ ഈ ഒരു വീക്കിനേക്കുള്ള വീഡിയോസൊക്കെ എടുത്തു വെക്കും. പിന്നെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ പബ്ലിക് എക്സാം ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ കിട്ടിയിട്ട് കുറേ ആയി. ഞാനിതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇന്ന് അതൊക്കെ നോക്കിയിട്ട് ഫുള്ളൊന്ന് എഴുതി വെച്ചു. മോഡൽ എക്സാമിന് ഞാൻ തീരെ പഠിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു എക്കണോമിക്സിൽ. അതാണ് ഇന്ന് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഈ ടൈം ടേബിൾ എഴുതി വെച്ച മെമ്മോ പാഡിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇത് എക്സാം ടൈമിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന്. എന്തായാലും എനിക്കതിപ്പം നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ബുക്കൊക്കെ എടുത്ത് വെച്ച് പഠിക്കാനിരുന്നിട്ടുണ്ട്. പഠിക്കാനിരുന്നത് തന്നെ ഒരു ഏകദേശം 10 മണി 11 മണി ആ ഒരു ടൈമിലായിരുന്നു. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ചാപ്റ്റർ ഫുള്ളൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെല്ലാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ക്യാമറ ഭയങ്കരമായിട്ട് ഫ്ലിക്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നെവർ മൈൻഡ്. മെയിനായിട്ട് എനിക്ക് 2 ചാപ്റ്ററായിരുന്നു ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ച വരെ ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ചു. ഉച്ചയ്ക്ക് ശേഷം വേറൊരു ചാപ്റ്റർ പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ടൈം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കാനൊന്നും കഴിയാറില്ല. ഞാൻ മിക്കവാറും എക്സാമിൻ്റെ തലേന്നാണ് പഠിക്കാറ്. ഡിസംബറിലെ ക്രിസ്മസ് എക്സാം തൊട്ട് അങ്ങോട്ട് കുറേ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാംസിനൊക്കെ വേണ്ടി പഠിച്ച് ഏകദേശം ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ധാരണയുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും ലാസ്റ്റോട്ടുള്ള ചാപ്റ്റേഴ്സാണ് എനിക്ക് കുറച്ചും കൂടി അറിയാത്തതായിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് എനിക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സാണ് എക്കണോമിക്സിലെ ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ആ 2 ചാപ്റ്റേഴ്സിനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പഠിക്കുന്ന ചാപ്റ്റർ എസ്സേ ഒക്കെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇപ്പം ഞാൻ ഫുൾ ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ക്ലാസ്സും കൂടി കാണണം. ക്ലാസ് കണ്ടാലേ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. കാരണം എനിക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ഞാൻ സാധാരണയായിട്ട് സൈലത്തിൻ്റെ ക്ലാസ്സാണ് കാണാറുള്ളത്. പിന്നെ മോഡൽ എക്സാമിന് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് മെയിനായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പബ്ലിക് എക്സാമിന് നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ലാസ്റ്റത്തെ ചാപ്റ്റർ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ടൈം മാത്രമേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇതൊന്ന് വായിച്ചെടുക്കാൻ തന്നെ എനിക്ക് കുറച്ചധികം ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വ്ളോഗ് മാത്രമേ ഉള്ളൂ. എനിക്ക് രാത്രിയും കൂടി വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് രാത്രി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം വരെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മോഡൽ എക്സാമിൻ്റെ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണിത്. ഈ ഒരു ടോപ്പിക്ക് കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടിട്ട് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്തു. നോട്ട് ഫുള്ള് വായിച്ച് തീർത്തതിന് ശേഷം ഞാനൊന്ന് ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനങ്ങനെ എക്കണോമിക്സിന് ടെസ്റ്റൊന്നും വായിക്കാറില്ല. ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈലൈറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്തു. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലോങ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഏതായാലും സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാൻ കഴിയില്ല. കാരണം വെക്കേഷനാണ് വരുന്നത്. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് ആണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള ലോങ് വീഡിയോസ് ആണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ടൈപ്പ് വീഡിയോസ് ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ ഏതായാലും വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയാണ് അടുത്ത ചാപ്റ്റർ പഠിക്കാനായിട്ട് ഇരുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു. എന്നിട്ട് നോട്ട്സൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഇനി ഒന്ന് റിവൈസ് ചെയ്യാൻ കൂടിയേ വേണ്ടു. പഠിച്ച കാര്യങ്ങളൊക്കെ നോട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് അണ്ടർലൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ വേഗം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു ചാപ്റ്ററും മൊത്തം വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.